ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങളാട്ടത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതാണ്. അപ്പോഴേക്കും ബാങ്ക് കൊടുത്തു കേട്ടോ. ബാങ്ക് കൊടുത്തപ്പോൾ നീച്ചു. ഞാൻ രാവിലെ നേരത്തെ നീച്ചു. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഒക്കെ ഉണ്ടാക്കാൻ നോക്കിയത്. ആദ്യമൊക്കെ കുഴച്ച് വെച്ചിരുന്നു കേട്ടോ. കുറച്ച് നേരം ഭൂരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭൂരി ഒരു ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചും ഉണ്ടാക്കി. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. നല്ല സോഫ്റ്റ് ഭൂരിയാണ്. നിങ്ങൾ ഭൂരി ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഞാൻ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആട്ടപ്പൊടി കൊണ്ട് കടയിൽ നിന്ന് കൊണ്ടുവച്ചേ. നിങ്ങൾ വീട്ടിലുണ്ടാക്കിയ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടായിക്കോളി. ഞാൻ ഇപ്പോൾ 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിക്കണത്. അതിക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. കുറച്ച് വെള്ളം, പാകത്തിന് വെള്ളം ഒഴിച്ചങ്ങാണ്ടേ നന്നായി കുഴച്ചെടുക്കട്ടെ. കുറച്ച് ഓയിലും കൂടി അതിക്ക് ഒഴിച്ച് കൊടുക്കുള്ളൂ. ഓയിൽ ഒഴിച്ചുമ്പോൾ നല്ല സോഫ്റ്റാണ്. ഞാൻ അപ്പോൾ ഇതിക്ക് വേറൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. 10 മിനിറ്റ് ഇത് കുഴച്ച് വെച്ചാൽ മതി. നിസ്കരിച്ചൊക്കെ വരുമ്പോഴത്തിന് പാകാക്കാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചോളി. നെയ്യ് ഉണ്ടെങ്കിൽ അതിലേറെ ടേസ്റ്റ് ആക്കാരം. അങ്ങനെ അതൊക്കെ കുഴച്ച് വെച്ചിട്ടോ. പിന്നെ ഞാൻ ഇതിക്ക് ചിക്കൻ കൊണ്ട് ഒരു പൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതിന് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഇട്ട് കൊടുത്തു. വലിയ ജീരകം, കുരുമുളക് അതൊക്കെ ചതച്ചതിന് കേട്ടോ. പച്ചമുളക്, പിന്നെ കാശ്മീരി ചില്ലിയും മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയും ഇട്ട് കൊടുത്തു കേട്ടോ. ഇങ്ങനെ നമ്മൾ പൊരിച്ചുമ്പോഴേ നല്ലൊരു ടേസ്റ്റ്. നാടൻ പൊരിയാട്ടത്. മസാലകളൊക്കെ ചേർത്തുങ്ങാണ്ട് നിങ്ങളതിന് പൊരിച്ചു കൊണ്ടു. ചിക്കൻ ഒരു ലേശം വിനാഗിരി ഒഴിച്ചു നോക്കട്ടെ. അപ്പോൾ അതിലൊക്കെ നല്ലോണം പിടിക്കും. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. തിരുമ്മി വെച്ചാൽ മതി. അപ്പം തന്നെ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. 10 മിനിറ്റ് വെച്ചാൽ മതി. അങ്ങനെ കേസ് നമ്മൾ ചിക്കൻ പൊരിക്കാതെ അരവോളം തിരുമ്മി വെച്ചിട്ടോ. അതിൽ ഇപ്പം നമ്മൾ ഗോതമ്പ് മാവ് കുഴച്ചൊഴിച്ചു പൂരിക്കില്ലേ. ചിക്കൻ പൊരിക്കാതെ പിന്നെ അരവതിൽ തിരുമ്മി വെക്കുന്നുണ്ട്. ഇതൊക്കെ ആദ്യം തിരുമ്മി വെച്ചിട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞ് അത് പൊരിച്ചാപ്പയിൽ പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ നിസ്കരിച്ചൊക്കെ വന്ന് ഞാൻ കറിക്കില്ലേ ചിക്കൻ കൊണ്ട് കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നാടൻ വെപ്പാണ്. 2 സവാള, 2 പച്ചമുളക്. സവാളയൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വരട്ടോ. ഞാൻ 2 സവാള ഇപ്പോൾ ഇതിലേക്ക് എടുത്തിക്കണ്. കുറച്ച് കറി ഉണ്ടാക്കാൻ ഒരു മുറി തേങ്ങ അതൊക്കെ ആദ്യം ചിരണ്ടി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ്. നമ്മൾ നാടൻ വെപ്പാണിത്. ഇതൊക്കെ ഒന്ന് ഈ സവാളിൻ്റെ മണക്കൊന്ന് പോളെ ഒന്ന് ഇളം ബ്രൗൺ കളറാവോളം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതൊക്കെ നല്ലോണം വഴന്ന് വന്നപ്പോഴേ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വലിയ ജീരകം, ചെറിയ ഉള്ളി ഇതൊക്കെ പാടെ ചതച്ചതാട്ടോ. ഇതിനെ ഇപ്പം നമ്മൾ ചിക്കൻ പൊരിച്ചണീക്ക് ഇട്ട് കൊടുത്തത്. അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോവോളം അങ്ങനെ ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കട്ടോ. ഈ 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കട്ടോ. ഞാൻ ഈ ചതവിൽ കുറച്ച് പച്ചമുളക് ചെറിയ അരിമുളകാണ് അരച്ചിട്ടുള്ളത്. അത് കുറച്ച് അരച്ചിട്ടുണ്ട്. അപ്പോൾ എരി ഉണ്ടാവില്ല വെച്ചിട്ട് ഞാൻ ഈ പച്ചമുളക് 3 ഇട്ട് കൊടുത്തിട്ടോ. അങ്ങനെ അതൊക്കെ ഈ കടന്നുകാണ്ട് നല്ലോണം ഒന്ന് വഴന്ന് വരട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ വേഗം വഴന്ന അതിൽ പിടിക്കുകയും ചെയ്യും. ഉപ്പ് പിടിക്കുകയും ചെയ്തോളും. നല്ലൊരു ടേസ്റ്റുമാണ്. അങ്ങനെ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടോ. അങ്ങനെ ഇതൊക്കെ കൂടെ ഒന്ന് വഴന്നിട്ടേ നമുക്കൊരു 1.5 ടീസ്പൂണ്, വലിയ ടീസ്പൂണിന് 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതൊക്കെ ഇട്ട് കേട്ടോ. ഇതൊക്കെ കൂടെ നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കട്ടോ. ഇതിൻ്റെ ഈ പച്ചമണം, ഈ മസാലൻ്റെ പച്ചമണമൊക്കെ പോകോളെ നല്ലോണം ഇളക്കി കൊടുക്കുക. അതൊക്കെ ഒന്ന് നല്ലോണം ഇളങ്ങി വരുമ്പോഴേ നമുക്കൊരു കുക്കറിൽ കുറച്ച് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൽ മസാല തിരുമ്പുക. അതല്ലേ ഇത്ര വെള്ളവും വെക്കുക. ഇവിടെ നമുക്ക് ആ മസാല 2 വിസിൽ തന്നെ പോകും കേട്ടോ. ചിക്കനല്ലേ 2 വിസിൽ വന്നിട്ടേ വിസിലൊക്കെ പോയിട്ടൊന്ന് തുറന്ന് നോക്കിയാൽ മതി. പാകത്തെ വേഗം. അങ്ങനെ നമ്മളെ കറി നമ്മൾ അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ചിക്കൻ പൊരിച്ച വരവൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലോ അല്ലെങ്കിൽ മറ്റേ ചട്ടിയാലും മതി, ഇരുമ്പിൻ്റെ. നല്ലോണം എണ്ണ ചൂടായിട്ടേ ചിക്കൻ ഓരോന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം ഫ്ലെയിം ഉണ്ടാക്കുക. പിന്നെ ഫ്ലെയിം ചെറുതാക്കട്ടെ. പിന്നെ ചെറിയ തീയിൽ കിടന്ന് അങ്ങനെ വേകട്ടെ. എന്നിട്ട് പിന്നെ മറിച്ചിട്ട് കൊടുക്കുക. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് പോകും കേട്ടോ. ഇത് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടൊന്ന് ഇത് കോരിയെടുത്താൽ മതി.
നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മളെ ചിക്കനും അങ്ങനെ പൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് ഞാൻ. അപ്പോൾ നമ്മളെ പൂരിക്ക് നല്ല രസമാണ് കേട്ടോ ചിക്കൻ കറി. പൂരി ചിക്കൻ കറി നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഞാൻ ദോശയും ചുട്ടിട്ടുണ്ട്, ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ദോശ വേണ്ടവർക്ക് ദോശയും കൊടുക്കായിരുന്നു. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് നല്ലോണം പൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മൾ കുക്കർ വിസിൽ വന്നിരിക്കുന്നു. രണ്ടാമത്തെ വിസിലാണ് ഈ വരുന്നത്. ഇനിയൊക്കെ ഒന്ന് ഓഫാക്കിയിട്ടേ കറക്റ്റ് വേകാക്കാം കേട്ടോ. ചിക്കനല്ലേ വെന്തിട്ടുണ്ടാവും. ഇതിൻ്റെ വിസിലൊക്കെ പോയിട്ട് തുറന്ന് നോക്കി നല്ല കറക്റ്റ് വേഗമായിരിക്കും. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ അതിൽ കടന്ന് അങ്ങനെ പൊരിയുണ്ട് കേട്ടോ. എണ്ണ തുള്ളി കുടിക്കൂല കേട്ടോ. ഈ എണ്ണയൊന്നും കുടിക്കൂല. ഇങ്ങനത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാനാകുമ്പോഴേ പരന്നതാകുമ്പോൾ കുറേ ഇടുകയും ചെയ്യാം. അങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി. നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെ അരവ് തിരുമ്മിയാണൊക്കെ ഒന്ന് പൊരിച്ച് നോക്കി ചിക്കൻ. നല്ലൊരു നാടൻ പൊരിയാണിത്. ഇപ്പോൾ നമ്മളെ ചിക്കൻ കറിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ അരച്ച് പാരട്ടോ. ഞാനൊരു മുറി തേങ്ങയാണ് പരച്ചിക്കണത് ഇതിക്ക്. അങ്ങനെ അത് ഇതിക്ക് അതിനനുസരിച്ചുള്ള കറി മതി നമുക്ക്. അപ്പോൾ ഒരു മുറി തേങ്ങ ഇത്ര കറി ഉണ്ടാക്കാം. അങ്ങനെ ഗേസ് നമ്മളെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് തൂമിച്ചെടുക്കാം ചിക്കൻ കറി. കുറച്ച് ചെറിയുള്ളി അരിഞ്ഞങ്ങാണ്ടേ ഒന്ന് തൂമിച്ചങ്ങാണ്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ലേശം ചെറിയുള്ളി അരിഞ്ഞിട്ട് അതിക്ക് എണ്ണയിൽ തൂമിച്ച് കണ്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ പൂരി പൊരിച്ചാലോ? അങ്ങനെ എണ്ണയൊക്കെ നല്ലോണം ചൂടായി. ഞാൻ പത്തിരി മെഷീനിലാട്ടോ പൂരി പരത്തിക്കണപ്പോൾ, പലകമ്മയൊന്നും പരത്തിയിട്ടില്ല. പത്തിരി മെഷീനിൽ പരത്തുമ്പോൾ നല്ലോണം പൊള്ളച്ച് വരും കേട്ടോ. അതല്ലേ പൊള്ളച്ച് തന്നെയല്ലേ. എണ്ണ നല്ലോണം തിളച്ച് വരുമ്പോഴേ മെഷീമാണ് അമർത്തിയിട്ട് അയക്കാൻ ഇട്ട് കൊടുത്താൽ മതി ചട്ടിക്ക്. എന്നിട്ട് പിന്നെ ഫ്ലെയിം ചെറുതാക്കുക. ഇടുമ്പോൾ നല്ല ഫ്ലെയിം വേണം കേട്ടോ. എണ്ണ വെട്ടി തിളക്കണം. ഒരു തുള്ളി എണ്ണ കുടിക്കാത്ത പൂരി കേട്ടോ ഇത്. നിങ്ങൾ ഗോതമ്പ് മാവൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ലൊരു ടേസ്റ്റാണ്. നല്ല മയം ഉണ്ടാവും. ചിക്കൻ കറിക്കൊക്കെ അങ്ങനെ കൂട്ടി കഴിക്കാൻ നല്ല ചൂട് ചായയുടെ കൂടെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടതാണ്. ഗോതമ്പ് മാവ് കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കി. മൈദ കൊണ്ട് ഉണ്ടാക്കിയാൽ ഇതിലേറെ നന്നാവും കേട്ടോ. പക്ഷേ നമുക്ക് വയറിനൊക്കെ നല്ല ഗോതമ്പാണ്. രാവിലെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. മൈദ ആകുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റാക്കാരം. പക്ഷേ നല്ലത് ഇതാണ്, ഗോതമ്പ് മാവാണ് നല്ലത്. അങ്ങനെ പത്തിരി മിശിമാണ് അമർത്തുക, എണ്ണീക്കാനിടുക. പത്തിരി മിശിമാണ് അമർത്തുക, എണ്ണീക്കാനിടുക. എളുപ്പത്തിലുള്ള പരിപാടി കേട്ടോ. നിങ്ങൾ നോമ്പൊക്കെ വരുമ്പോൾ അങ്ങനെ ഭൂരിയൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിലേ, പത്തിരിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറേ പണിയാണ്. അപ്പോൾ ഒരു ഭൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ ചൂടായി വന്ന ഭൂരികളൊക്കെ പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ 2 ഗ്ലാസ് പൊടി കൊണ്ട് ഒരു 20 ഭൂരി ഉണ്ടാക്കിട്ടോ. 20 ഭൂരി ഉണ്ടാക്കിയിട്ടുണ്ടാവും 2 ഗ്ലാസ് പൊടിയായിട്ട് അല്ലേ. ഇങ്ങനെ കുഴച്ചങ്ങാണ്ട് ലേശം വെളിച്ചെണ്ണ അതിമ്മ പറ്റിയിട്ടേ പത്തിരി മിഷീമേ പതുക്കെ നല്ല അമർത്തി കൊടുക്കുക. വല്ലാതെ അമർത്തിയിട്ടുണ്ടെങ്കിൽ കട്ടി കുറഞ്ഞ് പൊട്ടിപ്പോവും. പതുക്കെ അമർത്തിയാൽ മതി. അപ്പോൾ ഒരേപോലത്തെ കട്ടിയാകുമ്പോഴേ നല്ലോണം വീർത്തുന്ന് വരും അല്ലേ. ചൂടില്ല എണ്ണയ്ക്ക് ഇട്ട് കൊടുത്താലേ കയ്യുമ്മക്ക് എണ്ണ അങ്ങനെ കൊണ്ടില്ലേ കൈ ആകെ പൊള്ളിപ്പോവും. പക്ഷേ ഇതിട്ടപ്പോൾ ഒന്ന് വളഞ്ഞു പോയിട്ടോ. ഇതിടുമ്പോൾ നമ്മൾ 2 കൈ കൊണ്ട് എടുക്കണം. ഞാൻ ക്യാമറ കയ്യിൽ വെച്ചാണ് എടുക്കണത്. അതുകൊണ്ട് എനിക്ക് ഒരു കൈ കൊണ്ട് ഇട്ടതുകൊണ്ട് 2 കൈ കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ വളവൊക്കെ പോകുള്ളൂ. അപ്പോൾ പിന്നെ ശരിക്കും പൊള്ളക്കൂല എന്നുള്ള ടേസ്റ്റൊക്കെ ഉണ്ടാവും. നല്ലോണം വീർത്തിന് വരണമെങ്കിലേ നമ്മൾ 2 കൈ കൊണ്ടും പതുക്കെ ഇട്ട് കൊടുക്കണം എണ്ണയ്ക്ക്. അപ്പോഴുള്ളത് ശരി. അങ്ങനെ വളയാനും ചെറിയാനൊന്നും പറ്റില്ല. അങ്ങനെ നമ്മളെ ഭൂരിയും റെഡിയായി, നമ്മളെ ചിക്കനൊക്കെ പൊരിച്ച് റെഡിയായി. ഇനി നമുക്ക് ചായ കുടിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഗെയ്സ് ഇന്നത്തെ എൻ്റെ ദിവസത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് അയച്ചു കൊടുത്തിട്ട് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടേ ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിക്കണല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി. വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെ ഒന്ന് കണ്ടിട്ടേ നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആ കുഞ്ഞ് ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ച് കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കും. നിങ്ങളിങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കി രാവിലെ നല്ലൊരു ടേസ്റ്റ്, എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും കേട്ടോ. എന്നാൽ ഗേസ് താങ്ക് യു ഫോർ വാച്ച്.